എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മാർക്കറ്റ് നിഫ്റ്റി ഒരു സൈഡ് വേസ് എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം, പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ പോയതിനു ശേഷം ഇറങ്ങുന്നുണ്ട്. ഇവിടുന്ന് 25,470 എന്ന് 419 വലിയ മൂവ്മെൻ്റ് ഇല്ല, വീണ്ടും തിരിച്ചു വരുന്നുണ്ട്. ആ ഒരു റേഞ്ചിനുള്ളിൽ കിടന്ന് ഇത് ട്രേഡ് ചെയ്തു. ഇവിടെ ശ്രദ്ധിച്ചാൽ അറിയാം, തലേ ദിവസത്തെ ലോ അടിച്ചിട്ടില്ല. അപ്പോൾ ഈ ഓപ്പണിംഗ് ഹൈയും അടിച്ചിട്ടില്ല. അപ്പം നല്ല രീതിയിലൊരു സൈഡ് വൈസ് മാർക്കറ്റ് കൊടുത്തിട്ടുള്ള ഓപ്ഷൻ ട്രേഡേഴ്സ് ഒന്നും വലിയ ഗുണം വന്ന് കാണത്തില്ല ഇന്ന്. പക്ഷെങ്കിൽ ഈ ഹൈ ബ്രേക്ക് ആയാൽ നാളെ വീണ്ടും നല്ല രീതിയിൽ മുകളിലോട്ട് കുറച്ചുകൂടെ ചിലപ്പോൾ കയറി വരാമെന്ന് പറഞ്ഞാൽ നേരത്തെയുള്ള റെസിസ്റ്റൻസ് ഏരിയയിലോട്ട് വരാം. 25,700 റേഞ്ചിലോട്ട് ചിലപ്പോൾ വരാം. പക്ഷെങ്കിൽ എന്തെങ്കിലും ന്യൂസ് ബേസ്ഡ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അടിച്ചിറങ്ങി പോകാനും ചാൻസ് കൂടുതലാണ്. ബാങ്ക് നിഫ്റ്റിയും ഇവിടെ പ്രീവിയസ് ഡേ ഹൈ അടിച്ചതിന് ശേഷം പിന്നെ ഇറക്കമാണ്. 57,075 എന്ന് 56,850 വലിയ മൂവ്മെൻ്റ് ഇല്ല. അതും ഈ ഒരു ഹൈ അടിച്ചതിന് ശേഷം സൈഡ് വൈസ് മൂവ്മെൻ്റ് ആണ് തരുന്നത്. അപ്പോൾ മാർക്കറ്റ് വലിയ ഗുണമുള്ള മൂവ്മെൻ്റ് ഇല്ല. പക്ഷേ ഷെയർസിനകത്തൊക്കെ നല്ല മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ ഇതിനകത്തെല്ലാം ഒരു ക്യാപ്പ് ചെയ്ത പോലെയാണ് ഈ നിഫ്റ്റി, മിഡ് ക്യാപ്പ് നിഫ്റ്റി, ഇതിൻ്റെ റേഞ്ചുകൾ. ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ മാക്സിമം 58-59 ഇപ്പോഴത്തെ കണ്ടീഷനിൽ. നിഫ്റ്റി 25,700-800 റേഞ്ച്. മിഡ് ക്യാപ്പ് ആണെങ്കിൽ 13,500 ആ റേഞ്ചിലോട്ടൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും നല്ലൊരു ന്യൂസ് കിട്ടിയാൽ പോകാം. വന്നാലും അവിടെ നിന്ന് നല്ല രീതിയിൽ സെല്ലിങ് വീണ്ടും തിരിച്ചു വരും. പക്ഷെങ്കിൽ ഡേ ചാർട്ടിൽ നോക്കിയാൽ നിഫ്റ്റി ഹയർ റേഞ്ചിൽ കൺസോളിഡേഷനാണ് നടക്കുന്നത്. ഈ ഒരു മൂവ്മെൻ്റ് ആയതിനു ശേഷം, ഈ ഒരു ഹൈ അടിച്ചതിന് ശേഷം വലിയ ഇറക്കമില്ല. ഇത് ഇറങ്ങിയെന്ന് പറഞ്ഞാലും ആ റേഞ്ചിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ നിഫ്റ്റി ബാങ്കാണിത്. നിഫ്റ്റി എല്ലാം സെയിം അതുപോലെ തന്നെ ആയിരിക്കും. ഹയർ റേഞ്ചിൽ ഹൈ ഓപ്പണിംഗ് വരും, ക്ലോസിങ് താഴെ വരും. അങ്ങനെ വന്ന് ഇന്നലെ അത് മാറിയിട്ടുണ്ട്. ഈ ഒരു ക്യാൻഡിൽ ശ്രദ്ധിച്ചാൽ ഇതൊരു റിവേഴ്സൽ ക്യാൻഡിലാണ്. അതിൻ്റെ റിവേഴ്സൽ ക്യാൻഡിൽ കൂടാതെ അടുത്ത ദിവസം അതിൻ്റെ ലോ അടിച്ചിട്ടില്ല. അപ്പോൾ ചിലപ്പോൾ ഒരു മൂവ്മെൻറ്റ് അപ്പിലോട്ട് കിട്ടിയാലും ഈ ഒരു റേഞ്ച് വന്നാൽ 25,700-800 റേഞ്ച് വന്നാൽ വീണ്ടും സെല്ലിങ് വരാം. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ട്രേഡ് എടുക്കാൻ. ഓക്കെ, അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്തു വെച്ചിരുന്ന ഷെയറുകളാണിത്. ഇതിനകത്ത് കുറേ ഷെയറുകൾ നല്ല ചാൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് ഈ പരസ് എന്ന് പറയുന്ന ഷെയർ, പരസ് ഡിഫൻസ്, ഇവിടെ നോക്കിയറിയാം. ഓപ്പണിങ്ങിൽ തന്നെ അത് പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ ഓപ്പണായി R1 പോകാതെ തിരിച്ചിറങ്ങി. 933, 32 അല്ലെങ്കിൽ 30 റേഞ്ചിലൊക്കെ എടുത്താൽ പോലും നമുക്ക് 860 വരെ ചാൻസ് വന്നിട്ടുണ്ട്. നല്ല ചാൻസ് അത് തന്നിട്ടുണ്ട്. അതിനുശേഷം TCG ജ്വല്ലറി ഹൈയിലായിരുന്നു. വെരാന്ത എന്ന് പറയുന്ന ഷെയറിനകത്ത് വെരാന്തയ്ക്കകത്ത് മൂവ്മെൻറ്റ് ഹൈ റേഞ്ച് വന്നു. പ്രീവിയസ് ഡേ ഹൈയെ ജസ്റ്റ് 32 എന്ന് 1 രൂപ തരുന്നുണ്ട്. അതിനുശേഷം മൂവ്മെൻ്റ് ഇല്ല, ഹൈ അടിച്ചിട്ടും ഇല്ല, എന്നിറങ്ങി നിൽക്കുക ആ ഷെയർ. അതിനുശേഷം വെൻറ്റൈൽ എന്ന് പറയുന്ന JG കമ്പനിനകത്ത് എന്തായാലും പറയുന്നത്, പ്രിഡിക്റ്റ് ചെയ്യാൻ വെച്ച് നല്ല ചാൻസ് ഉണ്ടായിരുന്നു. എയിംകോയ്ക്കകത്തും ചാൻസ് ഇല്ലായിരുന്നു എന്നാണ് തോന്നുന്നത്. ഉണ്ടായിരുന്നു.
ഓക്കെ, ഞാനിത് ശ്രദ്ധിച്ചില്ല. എംകോ പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ ഇവിടം വരെ പോയി, പ്രീവിയസ് ഡേ ഹൈയുടെ താഴെ വന്നു. 2976 എന്നത് 2820 വരെ വന്നു. 160 പ്രോഫിറ്റ് കൊടുത്തായിരുന്നു ഒരു ഷെയറിൽ തന്നെ. ഇമാമി പേപ്പർ ഇവിടെ ഇതിൻ്റെ ഓപ്പണിംഗ് ഹൈ തന്നെ ഇതാണ്. അതിനുശേഷം ആ ഹൈ വന്നിട്ടില്ല. ഇവിടെ ഇറങ്ങുമ്പോൾ 109.80 നമ്മൾ എൻട്രി എടുത്താൽ നമുക്ക് 108. അതിനുശേഷം തിരിച്ച് വീണ്ടും കയറി, പിന്നെ 107 വന്നു. ലാസ്റ്റ് വീണ്ടും ₹1 1.5 രൂപയുടെ പ്രോഫിറ്റ് തരുന്നുള്ളൂ. സ്റ്റോപ്പ് ലോസും അടിക്കത്തില്ല, മൂവ്മെൻറ്റും ഇല്ല നിന്നു അതിനകത്ത്. JK പേപ്പറിനകത്ത് ചാൻസ് ഉണ്ടായിരുന്നു. JK പേപ്പർ ഓപ്പണിംഗ് ഫ്ലാറ്റ് ഓപ്പണിംഗ് വന്നു, നേരെ പ്രീവിയസ് ഡേ ഹൈ അടിച്ചു ഇറങ്ങി. 412 എന്നത് 395 വരെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് വെൻറ്റൈൽ എന്ന് പറയുന്നത് വെൻറ്റൈവ് ഹോസ്പിറ്റാലിറ്റി വെൻറ്റൈവ്, അതും ഓപ്പണിങ്ങിൽ ഹൈ അടിച്ചു. ഇത് CPN ഓപ്പണിംഗ് പ്രീവിയസ് ഡേ ഹൈ അടിച്ചു, R1 പോയില്ല. പ്രീവിയസ് ഡേ ഹൈയുടെ താഴോട്ടിറങ്ങി 755 എന്നത് നേരെ 730 വരെ വന്നു. 25 രൂപ പ്രോഫിറ്റ് അത് കൊടുത്തിട്ടുണ്ടായിരുന്നു. TFCI നല്ല മൂവ്മെൻറ്റ് അപ്പിലോട്ട് കൊടുത്തു, താഴോട്ട് തന്നു ഇല്ല. ഇവിടുന്ന് ഒരു ചെറിയൊരു ഇത് തരുന്നുണ്ട്, അത്രയേ ഉള്ളൂ. ഒരു 78 റേഞ്ചിൽ നിന്ന് 75, 3 രൂപ തരുന്നുണ്ട്. നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇട്ട് അടിച്ചാൽ 1 രൂപയുടെ സ്റ്റോപ്പ് ലോസ് പോകും. അത് വെച്ചുകൊണ്ടിരുന്നവർക്ക്. ഓക്കെ, കുറേ ഷെയറുകൾ അതിനകത്ത്. പിന്നെ കൂടാതെ IGLനകത്ത് ചാൻസ് ഉണ്ടായിരുന്നു. പിന്നീട് IIFLനകത്തുണ്ടായിരുന്നു. അതൊക്കെ F&O ഷെയറാണ്. വലിയ ഇതായിട്ട് എന്തിനു പറയുന്നത്, ഹെവി മൂവ്മെൻ്റ് ആയിട്ടില്ല. ലോറസ് ലാബിനകത്ത് നല്ല ചാൻസ് ഉണ്ടായിരുന്നു. ഇത് ഹൈ കട്ടായതിന് ശേഷം ലോറസ് ലാബിനകത്ത് നമുക്ക് ഇവിടെ ഈ ഹൈ അടിച്ചിട്ട് ഹൈയെ ജസ്റ്റ് ടച്ച് ചെയ്ത് ഇറങ്ങി 63 വരെ വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും പോയി ഹൈ അടിച്ചു, തിരിച്ച് വീണ്ടും ഇറങ്ങി. IGLനകത്തൊരു 3 രൂപയുടെ ചാൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അരവിന്ദ് ഫാർമയ്ക്കകത്ത് CPR ലെവലിലൊന്നും വന്നിട്ടില്ല. അതിനകത്ത് പ്രൊഡിക്റ്റീവ് ചാനൽ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്യാൻ പറ്റുമായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്കിനിയും നാളത്തെ നമ്മളെടുത്ത് വെച്ചേക്കുന്ന ഷെയറുകൾ നോക്കാം. ഇത്രയും ഷെയറുകളാണ് നാളത്തേന് എടുത്ത് വെച്ചിട്ടുള്ളത്. അതിൻ്റെ CPR ലെവലുകളാണ് ഈ കാണുന്നതൊക്കെ. ഇതിനകത്ത് ഈ റിലാക്സൊക്കെ സൂക്ഷിച്ചേ ചെയ്യാവൂ. കാരണം ഇത് ഒത്തിരി ഡൗൺ ആയതിനു ശേഷം ഒരു മൂവ്മെൻറ്റ് അപ്പിലോട്ട് കയറി വരും. അപ്പോൾ അതിൻ്റെ വോളിയം ഓക്കെ, നല്ല വോളിയം ഉണ്ട്. അപ്പോൾ ഇതിനകത്തൊരു ബൈ ചാൻസ് നമ്മൾ നോക്കണം. ഇത് 506 ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റേഞ്ചിൽ നിന്ന് ഈ CPR ലെവലിൻ്റെ ഏതെങ്കിലും റേഞ്ചിൽ നിന്ന് തിരിച്ച് ബൗൺസ് ആയാലും ഈ ഷെയറിനകത്ത് ബൈയിങ് ചാൻസ് കൂടുതലുണ്ട്. PC ജുവലറി ഹൈ R1 റേഞ്ചിൽ നിന്ന് ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട് താഴോട്ട്. JG കെമിക്കൽ ഹൈ റേഞ്ചിൽ നിന്ന് നല്ല ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. 42 റേഞ്ചിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ പോലും നല്ല ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. KRN 942, 970, 933, 900 ഈ R1 റേഞ്ചിലൊക്കെ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും. ശാരദ മോട്ടോർ 1248 ഹൈ അടിച്ചിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ല ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. പ്ലെയർ റേറ്റിംഗ് R1, R2 റേഞ്ചിൽ നിന്ന് കിട്ടുവാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും. സുമി കെമിക്കൽ 53 ഹൈ R1 റേഞ്ച്,
IGIയിനകത്ത് ഈ 400 കൂടി പോയിട്ട് 399 താഴെ ഇറങ്ങുവാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും. ഇത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിലുള്ള ഷെയറുകളാണ്. അതിനകത്ത് 68 ഗോദ്രേജ് CP ഒക്കെ ചിലപ്പോൾ ഈ R2 വരെ വന്നിട്ടൊക്കെ ഇറങ്ങാം. ഹിന്ദുസ്ഥാൻ യൂണിലിവറും ഈ R1 റേഞ്ചിൽ നിന്നൊക്കെ ചാൻസ് കിട്ടാം. IIFL എനിക്ക് തോന്നുന്നത് ഈ R1 റേഞ്ച് 500 മുകളിൽ പോയിട്ട് ഈ R1 കട്ടിയാണെങ്കിൽ ചിലപ്പോൾ നല്ല രീതിയിൽ ഇറങ്ങും. ICICI പ്രൂഡൻഷ്യൽ R1 R2 റേഞ്ച് എന്നൊക്കെ എവിടുന്ന് തിരിയുന്നതാണെന്ന് അപ്പോൾ നമുക്ക് ചാൻസ് എടുക്കാം. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഈ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ വേറൊരു രീതി CPR വെച്ചിട്ട് വേറൊരു ഇതൂടെ ഇൻഡിക്കേറ്റർ വെച്ചിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഇന്നത്തെ ദിവസം എടുത്ത ഷെയർസിനകത്ത് മുഴുവൻ ഷെയർസിനകത്ത് നല്ല ചാൻസ് ആയിരുന്നു. അപ്പോൾ നാളെ നോക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ഷെയർ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ഷെയറിൻ്റെ പേരുകൾ ഞാൻ പറയാം. ഡാബർ ഇന്ത്യ, ക്യുമിൻസ്, ICICI പ്രൂഡൻഷ്യൽ, ഇതിനകത്തുള്ള ഷെയർ തന്നെയാണ്. ഇപ്പോൾ ഞാൻ ഡാബറിൻ്റെ ലെവല് അതിനകത്ത് 517, 520 റേഞ്ചിൽ നിന്ന് ഒരു പ്രാവശ്യം സെല്ലിങ് വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ക്യുമിൻസ് ഇന്ത്യ 3447, 3452 റേഞ്ച്. ആ റേഞ്ചിൽ ഞാൻ ഈ പറയുന്ന റേഞ്ചിൽ നിന്ന് ചെറിയ മുകളിലോട്ടോ ചിലപ്പോൾ അതിൻ്റെ അടുത്തൊന്നൊക്കെ ഇറങ്ങാം. ICICI പ്രൂഡൻഷ്യൽ 667, 70, 670 റേഞ്ച്. നൈക്ക എന്ന് പറയുന്ന ഷെയർ 204, 206 റേഞ്ച് എന്നൊക്കെ ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. അതുപോലെ PNB വേണ്ട, നെസ്ലെ എന്ന് പറയുന്ന ഷെയർ 2431, 35 ആ റേഞ്ചിൽ നിന്ന് ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഇപ്പം ഈ ഇതിനകത്ത് എടുത്തേക്കുന്ന ഷെയറിനകത്ത് കേരൻ എന്ന് പറയുന്ന ഷെയർ ഒരു 960 റേഞ്ച് വന്ന പ്രാവശ്യം 60-65 റേഞ്ചിൽ നിന്ന് സെല്ലിങ് വരാൻ ചാൻസ് ഉണ്ട്. JGChem എന്ന് പറയുന്ന ഷെയറും അതിന് 2 ലെവലുണ്ട്. 525, 531 ആ റേഞ്ചിൽ നിന്നും തിരിയാം. അതല്ലെങ്കിൽ പിന്നെ 533, 542. അപ്പോൾ 542 അതായത് നമുക്കിവിടെ JGChemന്റെ 542 ഹൈ. അപ്പോൾ ഈ ഹൈ അടിച്ചിറങ്ങുവാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും താഴോട്ട്. പിന്നെ PC ജ്വല്ലറി 1928, 1964 റേഞ്ചിൽ നിന്ന് സെല്ലിങ് വരാം. ഇതെല്ലാം നമ്മുടെ പുതിയൊരു പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ ഒരു ഇത് വെച്ച് പറയുന്നതാണ്. അപ്പോൾ നിങ്ങൾ വാച്ച് ചെയ്താൽ മാത്രം മതി. അല്ലെങ്കിൽ എൻ്റെ എടുക്കുന്നവർ അതിൻ്റെ അനുസരിച്ചുള്ളൊരു സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് വേണം ചെയ്യാൻ. സുമി കെമിക്കൽ എന്ന് പറയുന്ന ഷെയർ 560, 564 റേഞ്ചിൽ നിന്ന് ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ IGIL അത് നമ്മൾ എടുത്തിട്ടുണ്ടോ? IGIL നമ്മൾ എടുത്തിട്ടുണ്ട്. 408, 410 ആ റേഞ്ചിൽ നിന്ന് നോക്കാം. ആ ഷെയർ അവിടെ വരുവാണെങ്കിൽ ഒരു സെല്ലിങ് വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ബൈ ചാൻസ് കാണിക്കുന്നത് ഇൻഡസ് ടവർ 401, 402 റേഞ്ച്, നൗക്കരി ഒരു 410, 415, 420 എന്നാണ് ഞാൻ എഴുതി വെച്ചേക്കുന്നത്. പക്ഷേങ്കിൽ അവിടുന്ന് ഒരു ചെറിയ വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരാത്രേ ഉള്ളൂ. ക്യാംസ് 4140, 4135, 30 റേഞ്ചൊക്കെ അവിടുന്ന് ബൈങ്ങിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. ബയോകോണ് 366, 368. വേറെയും കുറേ ഷെയർ എടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ നോക്കിയത് കൺഫ്യൂഷനാണ്. അപ്പോൾ ഈ ഷെയറുകളൊക്കെ ഞാൻ പറഞ്ഞ റേഞ്ചുകൾ ശ്രദ്ധിക്കുക. നിങ്ങളാ നോക്കേണ്ടത് ഞാൻ ഈ പറഞ്ഞ റേഞ്ചിൻ്റെ അവിടെ വന്നിട്ട് ഈ ഷെയർ ഇപ്പോൾ സെല്ലിങ് ചാൻസ് പറഞ്ഞ ഷെയർ അവിടെ വന്നിട്ട് വീക്കായിട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ചാൻസ് എടുക്കാം, കുഴപ്പമില്ല. അതുപോലെ പിന്നെ ബൈയിങ് ചാൻസ് താഴെ വന്നിട്ട് അവിടെ നിന്ന് ഇപ്പം ഒരു ഷെയർ ഇറങ്ങുവാണെങ്കിൽ ഇറങ്ങിയിട്ട് ഏതെങ്കിലും ലെവലിൽ നിൽക്കുമല്ലോ, അങ്ങനെ നിന്നിട്ട് തിരിച്ച് കയറാനൊരു ചാൻസ് കാണിക്കുന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് അവിടെ ട്രേഡ് എടുക്കാം. എല്ലാത്തിനും നമുക്ക് വേണ്ടിയത് ലൈവ് മാർക്കറ്റിലെ പ്രാക്ടീസാണ്. അഥവാ പെട്ടുപോകുമെന്ന് തോന്നുമെങ്കിൽ കട്ട് ചെയ്ത് കളയുക. പിന്നെ നോക്കി അതിനകത്ത് മൂവ്മെന്റ് ഒന്ന് കൺഫേം ചെയ്തിട്ട് പിന്നെ തിരിച്ച് എൻട്രി ചെയ്താലും മതി, കുഴപ്പമില്ല. അപ്പം ഞാൻ ഈ പറഞ്ഞ റേഞ്ച് ഇപ്പം എക്സാമ്പിള് ഡാബർ 517, 520 എന്നൊക്കെ പറഞ്ഞു. ഇപ്പം 517, 18, 19 ഒക്കെ വന്നിട്ട് മൂവ്മെന്റ് കാണുന്നില്ലെന്ന് കണ്ടാൽ നമുക്ക് അവിടെ എൻട്രി എടുക്കാം. 520 ഹൈ റേഞ്ച് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ മൂഡിൽ 521, 22 നമ്മുടെ ഇഷ്ടത്തിന് അതിൻ്റെ മൂവ്മെൻറ്റിനനുസരിച്ച് ഒരു സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ട്രേഡ് എടുക്കാം. ചെറിയ സ്റ്റോപ്പ് ലോസേ വരുത്തുള്ളൂ. അപ്പോൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ ഇത്
ഇപ്പോൾ പുതിയതായിട്ട് ചെയ്യുന്ന അത് രീതിയിൽ നമ്മൾ CPRൻ്റെ ലെവലും ഈ ലെവലും അതുപോലെ CPRൻ്റെ പ്രൊഡിക്റ്റീവ് ചാനൽ വെച്ചിട്ടൊക്കെ ചെയ്ത് സൂപ്പറായിട്ട് ചെയ്യാൻ പറ്റും. ഇന്ന് ഞാൻ എടുത്ത ഷെയറൊക്കെ ഇന്നത്തെ ട്രേഡിങ്ങിന് എടുത്തത് മാൻകൈൻഡ് എന്നൊക്കെ പറയാം. മാൻകൈൻഡ്, അരവിന്ദോ ഫാർമ, പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞ സ്ട്രാറ്റജിയുടെ പ്രകാരം കറക്റ്റ് എൻട്രി ആയിരുന്നു. IGL, നൗക്കരി മാൻകൈൻഡും ഒക്കെ നല്ല രീതിയിൽ ഇറങ്ങിപ്പോയി. മാരിക്കോ മാത്രമേ ഉള്ളൂ അധികം ഇറങ്ങാതിരുന്നത്. MFSL നല്ലതായിട്ട് ഇറങ്ങി. ഫോർട്ടിസും അധികം മൂവ്മെന്റ് ഒന്നുമില്ല, പക്ഷെ 10 രൂപ പോയിന്റ് നമ്മൾ ആ പറഞ്ഞ റേഞ്ചിൽ നിന്ന് താഴോട്ട് വരും, പിന്നെയും തിരിച്ച് കയറി വരും, വീണ്ടും ഇറങ്ങും, അങ്ങനത്തെ മൂവ്മെന്റ്. അപ്പം നമുക്ക് കുറേ പ്രാക്ടീസിൻ്റെ ആവശ്യമുണ്ടല്ലോ. ഒരു ദിവസം കൊണ്ട് എല്ലാം നല്ലതായിട്ട് കാണിച്ചെന്നും പറഞ്ഞ് നമ്മൾ അടുത്ത ദിവസം ഇട്ടെല്ലാം അടിപൊളിയായിട്ട് കിട്ടുമെന്നല്ല. നമ്മൾ കുറേ പ്രാക്ടീസ് ചെയ്യുമ്പോഴേ അറിയത്തുള്ളൂ. ഒരു കണ്ടിന്യൂസ് നമുക്കൊരു ഇത് തരുന്നുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല. അല്ലാത്തപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് മനസ്സിലാക്കാനാണ് ശ്രമിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഷെയറുകളൊക്കെ എഴുതി വെച്ച് നോക്കുക. അപ്പോൾ അതിനകത്തുനിന്ന് നമുക്ക് ചാൻസ് വരുന്ന ഷെയറുകൾ നോക്കിയെടുത്ത് ട്രേഡ് കിട്ടുവാണെങ്കിൽ ചെയ്യുക. ഓക്കെ, അപ്പോൾ നാളെ എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.